ഇന്ന് എത്ര തീയതി? 19/5/2026. അച്ഛാ, അപ്പോൾ എന്തോ ചെയ്യാൻ പോവുക? ചക്ക. ഓ, എന്തോരം വേണം. ബാപ്പരേ, നിന്ന് പഴുത്തതല്ലേ? അതിനാണ്, അതുകൊണ്ടാണ് വഴറ്റാമെന്ന് വിചാരിച്ചു. അത് ശരി. എങ്ങനെയാണ് ഈ ചക്ക വഴറ്റുന്നത്? ക്ലീനാക്കിയതിന് ശേഷം ശർക്കര ഉരുക്കി ഒഴിച്ചിട്ട് അങ്ങോട്ട് പാവ് കാച്ചും. ശർക്കര ഉരുക്കിയിട്ട് കയ്യാലൊട്ടാവുന്ന വരുവാകുമ്പോഴത്തേന് ചക്ക അരിഞ്ഞ് അങ്ങോട്ട് ഇടും. എന്നിട്ട് ഇളക്കി ഇളക്കി ഒരുമാതിരി വെന്ത് വരുമ്പോൾ ഇച്ചിരി നെയ്യ് ഒഴിക്കും. വീണ്ടും അതിങ്ങനെ പോയി ലാസ്റ്റിൽ നമ്മൾ അലുവ ഇതാകുന്ന പോലെ ഉരുണ്ട് പോയി. അപ്പോഴത്തേന് വീണ്ടും നെയ്യ് ഒഴിച്ച് നമ്മുടെ ചുക്കുപൊടി, ഏലക്കാപ്പൊടി എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് ഇളക്കും. ചുക്കുപൊടി, ഏലക്കാപ്പൊടി മാത്രം മതിയോ? ജീരകമുണ്ട്. ജീരകം വേണ്ടെന്ന്. പിന്നെ അണ്ടിപ്പരിപ്പുണ്ട്. അണ്ടിപ്പരിപ്പും വറുത്തിടും. വേണ്ട. അന്നേരം എന്നിട്ട് അങ്ങോട്ട് തണുത്ത് കഴിയുമ്പോൾ എടുത്ത് കഴിക്കണം. വർഷങ്ങളോളം ഇരിക്കും. പക്ഷേ എത്ര രൂപ ചെലവാ? ചക്ക മാത്രം ഫ്രീ, ബാക്കിയല്ല. അതാ ഈ വില. ചക്ക വഴറ്റിയതിന് ഇത്രയും വില. എന്തൊരു പ്രയാസമാണ് ഉണ്ടാക്കാനും അല്ലേ? ഇന്ന് രാവിലെ തന്നെ ഇട്ടത്. എൻ്റെ ദൈവമേ, ഗിരിജയുടെ അവിടെ കിടക്കുന്ന ചക്കയും മാങ്ങായും, പിന്നെ ചക്ക, മാങ്ങ, തേങ്ങ ഒക്കെ കിടന്നങ്ങ് കിളിക്കുക. അത്രയ്ക്ക് അവൾ വിൽക്കും, കൊപ്ര വെട്ടിക്കും, എല്ലാം ചെയ്യും. എന്നിട്ടും ബാക്കി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് വിളിച്ചുകൊണ്ടിരിക്കുമോ? അതല്ലേ ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ അവിടെ ചെന്നപ്പോഴും ഇങ്ങനെ എന്തോരും ചക്ക, മാങ്ങ, തേങ്ങ എല്ലാം. റോഡിലോ ഞങ്ങൾ മണ്ണാർശാലയിൽ പോയപ്പോൾ ദൈവമേ, എന്തോരം മാങ്ങ പൊഴിഞ്ഞൊക്കെ. അതെന്താ? വീട്ടിൽ വരുമ്പോൾ വേറെ സാധനം കൂടെ വരും. ആണോ? കൂട്ടിയിട്ടിരിക്കുന്നു. ഞാൻ അന്നേരം ഞങ്ങള് പരിഹാരക്രിയം കൊണ്ട് പോയെന്ന് ഞാൻ പറഞ്ഞില്ല. അന്നേരം രാത്രി 8 മണിക്ക് ഞാനെടുത്തു. പക്ഷേ എന്നിട്ട് ഞാനെടുത്ത് കൊണ്ടുവന്ന് കറി വെച്ചു. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാവരും പറയും മലമ്പുഴ ഞാൻ ഇതിന്റെ പോക്കിന് പോകും. ആൾക്കാർ പറഞ്ഞു, അവര് പറഞ്ഞു എടുക്കല്ലെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. കൊണ്ടുവന്ന് വീട്ടിൽ വന്നത് ഇല്ല, അറിയത്തില്ല. ഇല്ല, എന്തോ വീട്ടിൽ വന്ന് മുണ്ടഴിച്ചപ്പോ പാമ്പ് കുഞ്ഞുങ്ങളായിരുന്നു. ഏതിൽ നിന്ന്? അവിടുന്ന് കാവിനകത്ത്. ഇത് കാവലല്ല. ഇത് കാവിലല്ല, ആ കുളത്തിന്റെ അവിടെ കിടന്ന് അങ്ങാണ്ട്. അയ്യോ, ആ റോഡില്. അയ്യോ, എന്തോരം നല്ല മധുരം. അതിന്റെ മണം കേട്ടാൽ കളയാൻ തോന്നത്തില്ല. മണം തന്നെ ഭംഗി. വലിയൊക്കെ നമ്മള് കടകളിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ഷേപ്പല്ലേ അതുപോലെ നമ്മുടെ ഈ പിന്നെ ഉലുവത്ത് സ്കൂളിൻ്റെ അവിടെ, നമ്മുടെ സ്കൂളിൻ്റെ ഇല്ലേ, സ്കൂളിൻ്റെ അവിടെ ദൈവമേ എന്തോരു മാങ്ങയാ കിടക്കുന്നത്. എന്തോരം മാങ്ങ. ഇവിടെ ആരും പെറുക്കുന്നില്ല, അത് അവിടെ കിടക്കും. ആർക്കും വേണ്ട. എല്ലാ വീട്ടിലും ആർക്കും വേണ്ട. പിന്നെ എല്ലാ വീട്ടിലും 1-2 പേരുണ്ട്, അവർക്ക് ഡയബറ്റീസ് ഇഷ്ടമാണ്. ദീപയ്ക്ക് ഇഷ്ടമാണ് പഴുത്തിയൊക്ക. പക്ഷെ വിമലിനും കുഞ്ഞിനും ഇഷ്ടമല്ല. ഇഷ്ടമല്ലല്ലോ. വിമലിന് ചക്കപ്പുഴുക്ക് ഇഷ്ടമാണ്. ചക്കപ്പുഴുക്ക് ഇഷ്ടമാണ്, പക്ഷെ പഴുത്തത് ഇഷ്ടമല്ല. വിമലിന് തിന്നത്തില്ല കുമ്പളപ്പം ഒന്നും. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ആർക്കും ഇതൊന്നും വേണ്ട. അത് ശരി.